അതുപോലെ ഒരുപാട് അമലുകൾ അവരുമായി അടുത്ത ബന്ധമുള്ള ഉസ്താദിനെ അടുത്തറിഞ്ഞ മനുഷ്യന്മാരോട് സ്വകാര്യമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞ യാഥാർത്ഥ്യം എന്താണെന്നറിയോ? അമലുകൾ ഇജാസത്ത് പ്രകാരം ചെയ്യുന്ന ചില അമലുകൾ സുബഹി നിസ്കാരത്തിന്റെ മുമ്പ്, സുബഹിന്റെ മുമ്പ്, സുബഹിയുടെ വാങ്കിന്റെ മുമ്പ് 100 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അതിരാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ സുബഹിക്ക് മുമ്പ് ഓതി ചൊല്ലി തീർക്കേണ്ട തസ്ബീഹാണ് 100 പ്രാവശ്യം. വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി മുടക്കമില്ലാതെ മഹാനായ ശൈഖുനാ മാണിയൂർ ഉസ്താദ് അവர்கள் തന്റെ ജീവിതത്തിൽ ചൊല്ലി വന്ന ഒരുപാട് ഔറാദുകളിൽ, ഒരുപാട് വിറുദുകളിൽപ്പെട്ട ഒന്നാണ് സുബഹിക്ക് മുമ്പ് 100 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ ആലോചിച്ചു നോക്ക്. ഇതൊക്കെ ഒരു സാധാരണക്കാരായ സാധുക്കളായ നമുക്കിത് കേൾക്കുമ്പോ വലിയ സങ്കടം തോന്നുകയാണ്. പടച്ചോനെ, അല്ലാഹുവേ, ആ മഹാന്മാർ എത്ര വലിയ അമൽ ചെയ്തവരാണ്, എത്ര വലിയ ഇബാദത്ത് ചെയ്തവരാണ്. തന്റെ ജീവിതത്തിന്റെ സിംഹഭാഗവും ഇബാദത്തിന് വേണ്ടി മാറ്റിവെച്ചവരാണ്. പടച്ചോനെ, സാധുക്കളായ ഞങ്ങളുടെ കയ്യിലൊന്നുമില്ലല്ലോ അല്ലോ. പ്രിയപ്പെട്ടവരെ, നിരാശപ്പെടണ്ട. നമ്മുടെ കയ്യിലുള്ളത് ആ മഹാന്മാരോടുള്ള സ്നേഹമാണ്. അന്ത മഅമൻ അഹ്ബബ്ത, നീ ആരെയാണോ സ്നേഹിച്ചതെങ്കിൽ അവരോട് കൂടെയാണെന്ന് പറഞ്ഞത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അവർ നല്ലോണം ഖുർആൻ ഓതി, നല്ലോണം തസ്ബീഹ് ചൊല്ലി, നല്ലോണം സ്വലാത്ത് ചൊല്ലി, ദിവസം മുഴുവനും അമലുകൾക്ക് വേണ്ടി പല സമയങ്ങളും മാറ്റിവെച്ചു. മാത്രമല്ല, അവരുടെ ജീവിതം മുഴുവനും സമസ്തയാണ്. അവരുടെ ജീവിതം മുഴുവനും സമസ്തയാണ്. മരണം വരെ ആ സമസ്ത എന്ന പ്രസ്ഥാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ആ സമസ്തക്ക് വേണ്ടി പ്രവർത്തിച്ച് നല്ല റാഹത്തോടെ ഈ ലോകത്തോട് വിട പറഞ്ഞു. അല്ലാഹു അല്ലാഹു അല്ലാഹ്.